നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ എപ്പോഴെങ്കിലും മുൻഗാമികളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ സ്വപ്നത്തെ അവഗണിക്കരുത്. കാരണം ഇത്തരം സ്വപ്നങ്ങളിലൂടെ മുൻഗാമികൾ ചില സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മെ അറിയിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പുരട്ടാസി ഈ മാസം നടക്കുന്നു. ഈ മാസത്തിൽ മഹാലയ പക്ഷത്തിൽ നമ്മുടെ സ്വപ്നത്തിൽ പൂർവികർ വന്നാൽ എന്താണ് അർത്ഥം, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഈ ഭാഗത്ത് മനസ്സിലാക്കാം സുഹൃത്തുക്കളെ. ഒരു തവണ ദേവർഷി നാരദൻ ഭഗവാൻ കൃഷ്ണനെ സന്ദർശിക്കാൻ ദ്വാരകയിൽ വന്നിരുന്നു. ഭഗവാനെ ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ചപ്പോൾ കാറ്റേരി, പ്രേതം, പിശാച് തുടങ്ങിയ പല വിചിത്രമായ ആത്മാക്കളെ കണ്ടിട്ടുണ്ട്. ഈ ദുഷ്ടശക്തികൾ എന്തിനാണ് മനുഷ്യർക്ക്? മനുഷ്യർ എന്തുകൊണ്ടാണ് അവരുടെ സ്വപ്നങ്ങളിൽ അവരുടെ പൂർവികരെ കാണുന്നത്? ഇതിന്റെ അർത്ഥമെന്താണ്? മരിച്ചവർ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യർക്ക് എന്ത് തരത്തിലുള്ള പ്രയോജനങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നു. ഭഗവാൻ കൃഷ്ണൻ നാരായണ, ഇന്ന് നീ മനുഷ്യരാശിക്ക് പ്രയോജനകരമാകുന്ന ഒരു അത്ഭുതകരമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു കഥയിലൂടെ ഞാൻ പറയാം, ശ്രദ്ധയോടെ കേൾക്കുക എന്നു പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇതിനുള്ള വിശദീകരണം ഒരു കഥയായി പറയാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഭാഗികമായ അറിവ് അപകടകരമാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ആദ്യം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ ജയ് കൃഷ്ണ, ജയ് മഹാലക്ഷ്മി എന്ന് എഴുതുക. ഒരു കാലത്ത് മധ്യദേശത്ത് ഒരു മനോഹരമായ നഗരം ഉണ്ടായിരുന്നു. അവിടെ ധർമ്മൻ എന്ന വ്യാപാരി തന്റെ 4 സഹോദരന്മാരോടൊപ്പം താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ പേരുകൾ സുമൻ, നന്ദൻ, വിർച്ചൻ, വിപ്പാൻ എന്നിവരായിരുന്നു. ഈ 4 പേർക്കും വിവാഹം മുടിഞ്ഞുപോയി. പക്ഷേ അവർ കൂട്ടുകുടുംബമായി ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. ഈ സഹോദരങ്ങൾ വളരെ കഠിനാധ്വാനികളായിരുന്നു. ഐക്യത്തോടെ അവർ ജീവിതം നയിച്ചു. ദൈവകൃപയാൽ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. അവർ സന്തോഷകരമായ ജീവിതം നയിച്ചു. ധർമ്മൻ കൃഷി ചെയ്യുമ്പോൾ മറ്റു 3 സഹോദരങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ ചന്തകളിൽ വിറ്റ് വലിയ ലാഭം നേടി. താങ്കളെ കൃഷി ചെയ്ത് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്തിരുന്നതിനാൽ അവർക്ക് കൃഷിയിൽ നല്ല ലാഭം ലഭിച്ചു. ധർമ്മന്റെ പൂർവികർ ദാനം ചെയ്യുന്നതിൽ സമർത്ഥരായിരുന്നു. പണം സമ്പാദിച്ചതിനോടൊപ്പം തങ്ങളുടെ മക്കൾക്ക് പുണ്യവും ചേർത്ത് വെച്ചു. അവർ യാഗം, ഹവനം പോലുള്ള മതപരമായ ചടങ്ങുകളിൽ ഏർപ്പെട്ട് പാവപ്പെട്ടവരെ സഹായിച്ചവരാണ്. എന്നാൽ ധർമ്മന്റെ പേരിൽ ധർമ്മം ഉണ്ടെങ്കിലും അവൻ വലിയ പിശുക്കനാണ്. അവൻ പിശുക്കനായ സ്വഭാവമുള്ളവനാണ്. ഇരുന്നിരുന്നു. അവൻ തന്റെ പൂർവികരുടെ സേവനങ്ങൾ തുടരാതെ ബിസിനസ് ലാഭകരമായി നടത്തുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. പൂർവികർ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നു. പാവപ്പെട്ടവർക്ക് വസ്ത്രവും ഭക്ഷണവും ദാനം ചെയ്തിരുന്നു. എന്നാൽ ധർമ്മൻ ഇത് തുടർന്നിരുന്നില്ല. അവൻ സമ്പാദിച്ചത് ധനം കൊണ്ട് ധർമ്മകാര്യങ്ങൾ ചെയ്യാതെ തന്റെ സമ്പത്ത് കൂട്ടുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ധർമ്മനും അവന്റെ സഹോദരങ്ങളും ഒരു ദാനവും ചെയ്യാത്തതുകൊണ്ട് അവന്റെ പൂർവികർക്ക് വലിയ ദുഃഖവും കോപവും ഉണ്ടായി. ഒരു തവണ പിതൃപക്ഷത്തിൽ ധർമ്മന്റെ പൂർവികരെല്ലാം തങ്ങളുടെ പിൻഗാമികളെ തേടി വന്നു. തങ്ങളുടെ പിൻഗാമികൾ തങ്ങൾക്കായി ശ്രാദ്ധവും തർപ്പണവും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ധർമ്മനും അദ്ദേഹത്തിന്റെ മക്കളും പൂർവികർക്കായി ശ്രാദ്ധം, തർപ്പണം അല്ലെങ്കിൽ പ്രസാദം ചെയ്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിയില്ല. ഈ അനീതി കണ്ട് ധർമ്മന്റെ പൂർവികർ വലിയ ദുഃഖത്തിലാണ്ടു. തങ്ങളുടെ മകന്റെ പെരുമാറ്റം അവരുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർത്തി. അവന്റെ പ്രവൃത്തി കാരണം പൂർവികർ പിതൃലോകത്ത് സന്തോഷമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ധർമ്മൻ തുടർന്ന് പണം സമ്പാദിക്കുന്ന ശൈൽ ജീവിച്ചു വന്ന അദ്ദേഹം തന്റെ മുൻഗാമികൾക്ക് ചെയ്യേണ്ട പൂജാവിധികൾ മുഴുവനായും മറന്നുപോയിരുന്നു. ഇതുകാരണം അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെ ആത്മാക്കൾക്ക് വലിയ അതൃപ്തിയുണ്ടായി. ഒരു ദിവസം ധർമ്മന്റെ മുൻഗാമികൾ തങ്ങളുടെ മക്കളുടെ പെരുമാറ്റത്തിൽ
വളരെ അധികം അതൃപ്തരായി അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മുടെ കുടുംബത്തിന്റെ വലിയ ദുരവസ്ഥയാണ്. എങ്ങനെയാണ് നമ്മുടെ പിൻഗാമികൾ ഇത്രയും സ്വാർത്ഥരായി മാറിയത്? തീർച്ചയായും അവരെ നേർവഴിക്ക് കൊണ്ടുവരണം എന്ന് അവർ പരസ്പരം സംസാരിച്ചു. അതിനുശേഷം യമധർമ്മനോട് ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടു. ഓ ധർമ്മരാജാവേ, ഞങ്ങളുടെ പിൻഗാമികളാൽ ഞങ്ങൾ വളരെ അധികം കഷ്ടപ്പെടുന്നു. അവർ ഞങ്ങൾക്ക് ശ്രാദ്ധം ചെയ്യുന്നില്ല, ധർമ്മവും അവരെ പിന്തുടരുന്നില്ല. അവരുടെ വൃത്തികെട്ട പെരുമാറ്റം കാരണം ഞങ്ങൾ വലിയ ദുരിതമനുഭവിക്കുന്നു. ഞങ്ങൾക്ക് മോചനം നേടാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ മക്കളെ കണ്ട് അവരോട് അവരുടെ കടമകളെക്കുറിച്ചും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ധർമ്മമാർഗങ്ങളെക്കുറിച്ചും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വാമി, ദയവായി ഇതിന് അനുവാദം തരുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട യമധർമ്മൻ പറഞ്ഞു, മഹാത്മാക്കളെ, നിങ്ങളുടെ മക്കളെ നേരിട്ട് കാണാൻ കഴിയില്ല, എന്നാൽ സ്വപ്നങ്ങളിലൂടെ അവർക്ക് സൂചനകളും സന്ദേശങ്ങളും നൽകാൻ കഴിയും. ഇതിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങൾ അവരെ അറിയിക്കാം എന്ന് ആലോചന പറഞ്ഞു. പൂർവികർ യമധർമ്മന്റെ അഭിപ്രായം അംഗീകരിച്ച് തങ്ങളുടെ മക്കളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ആവശ്യമായ സൂചനകൾ നൽകാൻ തീരുമാനിച്ചു. ആദ്യം മൂത്ത മകൻ ധർമ്മന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവന് ഒരു സൂചന നൽകാൻ ശ്രമിച്ചു. എന്നാൽ ധർമ്മൻ സ്വപ്നത്തിൽ വന്ന സൂചനകളെ അടുത്ത ദിവസം തന്നെ മറന്നുപോയി. അതുകൊണ്ട് മുൻഗാമികളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അവർക്ക് വളരെ നിരാശ തോന്നി. പിന്നീട് മറ്റു മക്കളുടെ സ്വപ്നങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് അവർക്കും വിവിധ സൂചനകൾ നൽകി. എന്നാൽ മറ്റു മക്കളും ആ അടയാളങ്ങൾ പിന്തുടർന്നില്ല. അവരും പൂർവികരെ അവഗണിച്ചു. ഇതുകാരണം പൂർവികർ വളരെ ദുഃഖിതരായി കണ്ണീരൊഴുക്കി. അവർ നൽകിയ ഒരു സൂചനകളും മക്കൾക്ക് മനസ്സിലായില്ല. ധർമ്മൻ അത്യാഗ്രഹത്തിൽ മുഴുകി. പണം സമ്പാദിക്കണം എന്ന ഒരേയൊരു ആഗ്രഹം ഓടിക്കൊണ്ടിരുന്നു. അവന്റെ പൂർവികരാൽ സ്വപ്നത്തിൽ നൽകപ്പെട്ട ദിവ്യ സൂചനകൾ അവൻ പ്രാധാന്യം ശരിയായി ശ്രദ്ധിച്ചില്ല. അതിനാൽ പിതൃക്കളുടെ ശാപത്തിന് ഇരയാകേണ്ടി വന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ധർമ്മന്റെ വ്യാപാരത്തിൽ നഷ്ടം സംഭവിക്കാൻ തുടങ്ങി. അവൻ ചെയ്ത തെറ്റുകൾ കാരണം നഷ്ടം മാത്രമല്ല, വലിയ ചെലവുകളും ഉണ്ടായി. അവൻ സമ്പാദിച്ച പണം കിബടിയായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അവന്റെ എല്ലാ വ്യവസായങ്ങളും നഷ്ടത്തിലാകാൻ തുടങ്ങി. അതിനാൽ ധർമ്മന്റെ സഹോദരങ്ങൾക്കിടയിലും വഴക്കുകൾ, വാഗ്വാദങ്ങൾ ആരംഭിച്ചു. പൂർവികർ ചേർത്ത ഭൂമിയെല്ലാം വിൽക്കപ്പെട്ടു. സഹോദരങ്ങൾ പരസ്പരം വഴക്കിട്ട് തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് പിരിഞ്ഞുപോയി. ഇത് കണ്ട പൂർവികർ വളരെ വേദനയിലായി. തങ്ങളുടെ പിൻഗാമികൾ സ്വത്തുക്കളും കുടുംബബന്ധങ്ങളും നഷ്ടപ്പെടുത്തിയത് കണ്ട് ദുഃഖത്തിലാണ്ടു. പൂർവികർ വീണ്ടും യമധർമ്മനോട് ചെന്ന്, ഓ ധർമ്മരാജാവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുലത്തിന്റെ പെരുമയെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങ് തന്നെ അവരെ നൽവഴിയിലേക്ക് കൊണ്ടുവരണം എന്ന് കെഞ്ചി അഭ്യർത്ഥിച്ചു. യമധർമ്മനും മുൻഗാമികളുടെ വേദന മനസ്സിലാക്കി. മഹാത്മാക്കളെ, നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ തന്നെ നിങ്ങളുടെ മക്കളെ കണ്ട് അവരുടെ തെറ്റുകൾ വെളിച്ചത്ത് കൊണ്ടുവരാം എന്ന് പിതൃക്കൾക്ക് ഉറപ്പ് നൽകി. അദ്ദേഹം നൽകി. അതിനുശേഷം ഒരു പോത്തിന്റെ പുറത്ത് കയറി സവാരി ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് വന്നു. അദ്ദേഹം ആദ്യം ധർമ്മന്റെ വീടിനടുത്ത് വന്ന് ഒരു ഭിക്ഷക്കാരനെപ്പോലെ തന്റെ രൂപം മാറ്റിക്കൊണ്ട്, ഈ ഭിക്ഷാം ദേഹി, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു സന്യാസിയാണ്. വളരെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് വളരെ വിശക്കുന്നു. ദയവായി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് കെഞ്ചി ചോദിച്ചു. ആ സമയത്ത് ധർമ്മന്റെ ഭാര്യ സുനന്ദ വീടിന് പുറത്തുവന്ന് സന്യാസിയെ
സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആ സന്യാസി, ദേവി, എനിക്ക് വളരെ വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിനയത്തോടെ ചോദിച്ചു. അതിന് സുനന്ദ, സന്യാസി ശ്രേഷ്ഠ, അല്പം ക്ഷമിക്കൂ, ഞാൻ നിങ്ങൾക്കായി ഭക്ഷണം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അപ്പോൾ യമധർമ്മൻ സുനന്ദയുടെ മുഖത്ത് ദുഃഖം തളം കെട്ടിയിരിക്കുന്നത് കണ്ട്, പ്രിയമകളെ, നിന്റെ മുഖത്ത് ദുഃഖം കാണുന്നു. ഇതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചു. സുനന്ദ വളരെ വിഷമത്തോടെ, സന്യാസി ശ്രേഷ്ഠ, താങ്കൾ പറയുന്നത് സത്യമാണ്. മുമ്പ് ഞങ്ങളുടെ കുടുംബം കൂട്ടുകുടുംബമായിരുന്നു. ഞങ്ങൾ സമ്പൽ സമൃദ്ധിയോടെ ജീവിച്ചു വന്നിരുന്നു. എന്നാൽ കണക്കിൽപ്പെട്ടതോ അറിയില്ല, സഹോദരങ്ങൾക്കിടയിൽ വഴക്കുണ്ടായി, ബിസിനസ്സിൽ വലിയ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ ഒരു ദരിദ്രമായ ജീവിതം നയിക്കുകയാണ് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട യമധർമ്മൻ, മകളെ, നിന്റെ ഈ മോശമായ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് അറിയാമോ? പിതൃ ദോഷമാണ്. നിന്റെ ഭർത്താവിന്റെ പൂർവികർ വളരെ ദേഷ്യത്തിലാണ്. കാരണം നിങ്ങളുടെ ഭർത്താവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും അവർക്ക് കൃത്യമായി പിണ്ടദാനം ചെയ്തിട്ടില്ല എന്ന് വിശദീകരിക്കുന്നു. ഇത് കേട്ട ധർമ്മൻ ഓടിവന്ന്, സ്വാമി, എനിക്ക് സഹോദരങ്ങളും ഞാനും എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ കൊടിയ രോഗം കാരണം ഞാൻ രതിര നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവായി ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അല്പം വിശദമായി പറയൂ എന്ന് ചോദിച്ചപ്പോൾ യമധർമ്മൻ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മുൻഗാമികളെ നിങ്ങൾ തന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. അവരാണ് നിങ്ങൾക്ക് സമ്പത്തും ധർമ്മവും നൽകിയത്. എന്നാൽ നിങ്ങൾ അവർക്ക് ചെയ്യേണ്ട തർപ്പണം പോലും കൃത്യമായി ചെയ്തില്ല. അതുകൊണ്ട് പൂർവികർ നിങ്ങളുടെ മേൽ കോപത്തിലാണ് ഉള്ളത്. ഇതിന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും മോശമായ അവസ്ഥയിൽ ആയിരിക്കുന്നത് എന്ന് എടുത്തു പറഞ്ഞു. അതിനുശേഷം ആ സാധു ധർമ്മിഷ്ഠനോട് പറഞ്ഞു, പൂർവികർ പലതവണ സ്വപ്നത്തിലൂടെ നിനക്ക് ദർശനം നൽകിയിട്ടുണ്ട്. എന്നാൽ നീയും നിന്റെ സഹോദരന്മാരും അവരുടെ അടയാളങ്ങളെ അവഗണിച്ചു. ഇപ്പോൾ അതിനുള്ള ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാത്മാവ് പറയുന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. എനിക്ക് പൂർവികർ സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകിയത് സത്യമാണ്. എന്നാൽ അവർ നൽകിയ അടയാളങ്ങളെ എനിക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സാധുവായവരെ പൂർവികർ സ്വപ്നത്തിൽ വരുന്നത് എങ്ങനെ മനസ്സിലാക്കാം സാധിക്കുമോ എന്ന് ചോദിച്ചു. അതിനുശേഷം സന്യാസിയുടെ രൂപത്തിലുണ്ടായിരുന്ന യമധർമ്മൻ ഭഗവാൻ കൃഷ്ണൻ ഗരുഡപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള പൂർവികർ സ്വപ്നത്തിൽ വരുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിച്ചു. ഇത് ശ്രദ്ധയോടെ കേട്ട ധർമ്മനും സഹോദരന്മാരും മഹാലയ പക്ഷ സമയത്ത് തങ്ങളുടെ പൂർവികർക്ക് പിണ്ഡം സമർപ്പിച്ച് തങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് അവരോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ ധർമ്മന്റെ പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചു. ധർമ്മനും സഹോദരന്മാരും നഷ്ടപ്പെട്ട തങ്ങളുടെ തൊഴിൽ നല്ല രീതിയിൽ വീണ്ടും ആരംഭിച്ചു. ഗരുഡപുരാണത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഗരുഡദേവനോട് പൂർവികർ സ്വപ്നത്തിൽ വരുമ്പോൾ എങ്ങനെയുള്ള അടയാളങ്ങൾ നൽകുമെന്ന് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാം. ഈ പിതൃപക്ഷ കാലത്ത് നമ്മുടെ പൂർവികർ പിതൃലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതായി പറയപ്പെടുന്നു. ഈ പിതൃപക്ഷ കാലത്ത് പൂർവികർ സ്വപ്നത്തിൽ വന്നാൽ അതിനെ അവഗണിക്കാതെ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശാസ്ത്രമനുസരിച്ച് പിതൃക്കൾ നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണ കവചമായി കണക്കാക്കപ്പെടുന്നു. അവരുടെ അനുഗ്രഹം കൂടാതെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും നേടാൻ കഴിയില്ല. ഭഗവാൻ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ പിതാക്കന്മാരെ സന്തോഷിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യമോ ദുഃഖമോ വരില്ല. പിതൃക്കളുടെ അനുഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ അവർ തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കും. അവർക്ക് ഈ ജന്മത്തിൽ പ്രശസ്തി, ബഹുമാനം, കീർത്തി എന്നിങ്ങനെ എല്ലാം ലഭിക്കും. പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ തർപ്പണം, പിണ്ഡം, ശ്രാദ്ധം തുടങ്ങിയവ ചെയ്യണം. ഗരുഡപുരാണത്തിൽ ഭഗവാൻ കൃഷ്ണൻ പിതൃക്കളെക്കുറിച്ച് പല പ്രധാന വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട്. മരണശേഷം
സദ്ഗുണങ്ങളുള്ള പുരുഷന്മാർ സ്വർഗത്തിലേക്ക് പോകുന്നു. പാപ ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നു. എന്നാൽ ചില ആത്മാക്കൾ പ്രേതയോനിയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രത്യേകിച്ച് ആകസ്മികമായ മരണം, അപകടം, ആത്മഹത്യ എന്നിവയിലൂടെ അകാല മരണം സംഭവിക്കുന്ന ആത്മാക്കൾക്ക് സ്വർഗത്തിലോ നരകത്തിലോ സ്ഥാനം ലഭിക്കില്ല. ഇവർ പ്രേതയോനിയിൽ കുടുങ്ങിക്കിടക്കും. ഈ ആത്മാക്കൾ തങ്ങളുടെ കുടുംബങ്ങളെയും വംശത്തെയും ദുരിതത്തിലാക്കുന്നു. ഇവർക്ക് മനസ്സമാധാനമില്ലാതെ അലഞ്ഞുതിരിയേണ്ടി വരുന്നു. ഇവർക്ക് പിതൃശാന്തി പോലുള്ള ചടങ്ങുകൾ ചെയ്യുന്നതിലൂടെ മനസ്സമാധാനം ലഭിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. മഹാലയ പക്ഷ അമാവാസി തിഥിയിൽ മരിച്ച പൂർവികർക്കെല്ലാം തർപ്പണം, പിണ്ഡം, ശ്രാദ്ധം എന്നിവ ചെയ്യുമ്പോൾ ഈ ആത്മാക്കൾക്ക് പ്രേതയോനിയിൽ നിന്ന് മോചനം ലഭിക്കും. മുക്തി ലഭിക്കുന്ന ഗരുഡപുരാണമനുസരിച്ച് പിതൃക്കൾക്ക് ചെയ്യേണ്ട പൂജകളും ചടങ്ങുകളും ചെയ്യാത്ത വീടുകളിൽ അവർക്ക് സമാധാനമില്ലാതെ അലയേണ്ടി വരും. അത് കാണിക്കുന്നതിനായി അവർ ദുരിതങ്ങൾ അനുഭവിക്കും. കൃത്യമായി പിതൃതർപ്പണം ചെയ്യാത്ത വീടുകളിൽ പലതരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ചും അവരുടെ ആത്മാക്കൾ വീട്ടിൽ ശക്തിയോടെ ഇരുന്ന് പ്രേതാത്മാക്കളായി കുടുംബത്തെ ദ്രോഹിക്കും. ഭഗവാൻ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ മഹാലയ പക്ഷ സമയത്ത് നമ്മുടെ പൂർവികർ ചില അടയാളങ്ങൾ സ്വപ്നങ്ങളിലൂടെ നമ്മെ അറിയിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. കാരണം ഇത്തരം സ്വപ്നങ്ങൾ അവരുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. അവർ സന്തോഷത്തിലാണോ അതോ ദേഷ്യത്തിലാണോ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത്തരം സ്വപ്നങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. ഈ അടയാളങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് പിതൃക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാം. അതിനനുസരിച്ച് പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ പൂർവികരുടെ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ഒന്നാമത്തെ അടയാളം വിശപ്പും ദാഹവുമാണ്. ഒരാൾ തന്റെ പൂർവികരെ വിശപ്പും ദാഹവുമായി സ്വപ്നത്തിൽ കണ്ടാൽ പിതൃക്കൾ ഇപ്പോൾ പ്രേതയോനിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അത് സൂചിപ്പിക്കുന്നു. അവർക്ക് ചെയ്യേണ്ട തർപ്പണം, പിണ്ഡദാനം എന്നിവ കൃത്യമായി ചെയ്യാത്തതാണ്. അവർ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് ഞങ്ങൾ സന്തുഷ്ടരല്ലെന്ന് മുന്നറിയിപ്പ് നൽകാൻ കാരണം ഇത്തരം ചടങ്ങുകൾ നിങ്ങൾ ചെയ്യാത്തതുവരെ അവർക്ക് മോക്ഷം ലഭിക്കില്ല. അതിനാൽ സ്വപ്നത്തിലൂടെ അവർ തങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളോട് പറയുന്നു. പിതൃക്കൾ സ്വപ്നങ്ങളിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് കാണപ്പെടുകയാണെങ്കിൽ ഇത് അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രധാന അടയാളമായി കണക്കാക്കപ്പെടുന്നു. അവർക്ക് ചെയ്യേണ്ട ചടങ്ങുകൾ കൃത്യമായി ചെയ്തിട്ടില്ലെന്ന് ഈ സ്വപ്നങ്ങൾ സൂചിപ്പിക്കുന്നു. ആവശ്യമായ പൂജകൾ, തർപ്പണം, മറ്റ് ധർമ്മപ്രവൃത്തികൾ എന്നിവ അവർ അത് ചെയ്യാത്തപ്പോൾ അവർ അസന്തുഷ്ടരായിരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പിതൃക്കൾ കീറിയതും വൃത്തികെട്ടതുമായ വസ്ത്രങ്ങളോടെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവർ വളരെ കഷ്ടപ്പെടുന്നു എന്നതിന്റെ പ്രധാന സൂചനയാണെന്ന് ഭഗവാൻ കൃഷ്ണൻ ഗരുഡദേവനോട് വിശദീകരിച്ചിട്ടുണ്ട്. പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇതുപോലുള്ള സ്വപ്നങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ ദാനവും തർപ്പണങ്ങളും ചെയ്യണം. നിങ്ങളുടെ മരിച്ച പൂർവികർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുന്നത് കണ്ടാൽ അവരുടെ ആഗ്രഹം ഇതുവരെയും സഫലമായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇത്തരം സ്വപ്നങ്ങൾ. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ പൂർവികർ എന്ത് വസ്തുവാണ് ചോദിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിതൃക്കൾ സ്വപ്നത്തിൽ നമ്മളോട് ചോദിക്കുന്ന വസ്തു ദാനം ചെയ്യുന്നത് നമ്മുടെ പൂർവികരുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റുമ്പോൾ അത് യഥാർത്ഥത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്നു. അവരുടെ ആത്മാവിന് ഒരു മൂർത്തി ലഭിക്കുന്നു. മരിച്ച പൂർവികർ ആ വ്യക്തിയുടെ തലയിൽ കൈവയ്ക്കുന്നത് കണ്ടാൽ അത് വളരെ നല്ല സൂചനയാണ്. ഇതിനർത്ഥം പൂർവികർ ആ വ്യക്തിയുടെ പ്രവൃത്തിയിൽ വളരെ സന്തോഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ്. അത്തരം സ്വപ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു. പൂർവികരുടെ സംരക്ഷണം എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ മഹാലയ പക്ഷത്തിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് നിങ്ങളെ നോക്കി കൈകൾ നീട്ടിയാൽ അത്തരം സ്വപ്നം വളരെ മംഗളകരമായി കണക്കാക്കപ്പെടുന്നു. ഈ സ്വപ്നം അവർ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്.
പൂർവികരുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഉടൻ മോചനം നേടുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇത്തരം സ്വപ്നങ്ങൾ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു, കാരണം പിതൃക്കൾ നിങ്ങളോടൊപ്പമുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും ക്ഷേമവും നൽകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ടാൽ അത് വളരെ നല്ല സൂചനയാണ്. ഈ സ്വപ്നം കാണുന്നത് ഭാവിയിൽ നിങ്ങൾ വലിയ വിജയം നേടാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ സ്വപ്നത്തിൽ തലക്കരികിൽ നിങ്ങളുടെ പൂർവികർ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉടൻ അവസാനിക്കും എന്നാണ് അർത്ഥം. ഭഗവാൻ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വന്ന് മറഞ്ഞുപോയാൽ നിങ്ങൾ ചില പ്രശ്നങ്ങളിൽ അകപ്പെടാൻ പോകുന്നുവെന്ന് അത് സൂചിപ്പിക്കുന്നു. അതിനാൽ അതിനെതിരെ പോരാടാൻ നിങ്ങളെ തയ്യാറാക്കണമെന്നും അത് നിർദ്ദേശിക്കുന്നു. ഇതുപോലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ താമസിപ്പിക്കാതെ പിതൃക്കൾക്ക് പിണ്ടദാനം ചെയ്യണം. ചടങ്ങുകൾ ശരിയായ രീതിയിൽ ചെയ്താൽ പൂർവികർ സന്തോഷിക്കും. അടഞ്ഞ് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആശീർവാദങ്ങളും നന്മകളും നൽകും. പൂർവികർ ആഴത്തിൽ സ്വപ്നത്തിൽ കാണുന്നത് വളരെ അശുഭകരമായി കരുതപ്പെടുന്നു. ഈ സ്വപ്നം നിങ്ങൾ പെട്ടെന്ന് ചില വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആ പ്രതിസന്ധി കണ്ട് നിങ്ങളുടെ പൂർവികർ ദുഃഖിതരാകുന്നു. ഇതുപോലുള്ള സ്വപ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി ഇരിക്കണം. ദൈവഭക്തിയിൽ മനസ്സ് പിതൃക്കളെ സ്വപ്നത്തിൽ കാണുന്നത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നത് വളരെ നല്ല സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം എന്നിവയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പൂർവികർ കോപത്തിലാണെങ്കിൽ മഹാലയ അമാവാസി ദിനത്തിൽ കുളിച്ച് നിങ്ങളുടെ പൂർവികർക്ക് വെള്ളം, വെള്ളപ്പൂക്കൾ എന്നിവയും കറുത്ത എള്ളും നൽകുക. ചെയ്ത ഭക്ഷണം കൊണ്ട് തർപ്പണം ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ പൂർവികർ സംതൃപ്തരാകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അന്ന് തർപ്പണം ചെയ്തില്ലെങ്കിൽ അത് പൂർവികരിലേക്ക് എത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ പൂർവികർ അസംതൃപ്തരും കോപിഷ്ഠരുമായിരിക്കുമത്രേ. പിതൃദോഷത്തിൽ നിന്ന് മോചനം നേടാൻ മഹാലയ അമാവാസി ദിനത്തിൽ അന്നദാനം ചെയ്യണം. അന്നദാനം ചെയ്യുന്നതിലൂടെ പൂർവികർ സംതൃപ്തരാകുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അവരുടെ സന്തോഷം നിങ്ങളുടെ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഗരുഡപുരാണം അനുസരിച്ച് അമാവാസി ദിവസം പൂർവികരെ അവരെ സന്തോഷിപ്പിക്കാൻ അവരുടെ പേരിൽ പശുവിനെ ദാനം ചെയ്യാം. പശുവിനെ ദാനം ചെയ്യുന്നതിലൂടെ പൂർവികർ വൈതരണി നദി കടക്കുന്നു. അവർ ദുരിതങ്ങളിൽ നിന്ന് മോചിതരാകുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ മറക്കാതെ ജയ് കൃഷ്ണ എന്ന് താഴെ എഴുതുക.